അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഒരു ലേശം ഗോതമ്പ് ചേറലൊക്കെ കൊണ്ടിട്ടാണ് വന്നേക്കുന്നത്. ഗോതമ്പ് നമുക്ക് റേഷൻ കടയിൽ നിന്ന് 2 കിലോ വെച്ചിട്ട് എല്ലാ മാസവും കിട്ടും. അങ്ങനെ നമ്മൾ എടുത്ത് വെച്ചിട്ട് ഇപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് ഗോതമ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഗോതമ്പിന് ഇവിടെ അധികം ചിലവില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഗോതമ്പ് കൂടുതൽ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് വരുള്ളൂ ആ പൊടിക്ക്. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. എനിക്കിവിടെ ഒരു കയ്പ്പ് രസം പോലെ തോന്നും. അത് കാരണം ഞാൻ 2-3 കിലോനെ മാത്രമേ പൊടിപ്പിക്കുള്ളൂ കേട്ടോ. അതിന് മേലെ ഞാൻ പൊടിപ്പിക്കില്ല. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ഗോതമ്പ് ഞാൻ ഉമ്മാക്ക് കൊണ്ടുപോയി കൊടുക്കും. ഉമ്മാക്ക് അവിടെ 1 കിലോനെ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഉമ്മാക്ക് കൊണ്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ചേർന്ന് നോക്കണ്ട, ചേരാൻ അറിയൊന്നുമില്ല. വലിയ സ്റ്റൈലിൽ പൊടി പോവും, അല്ലാണ്ട് അതിലത്തെ സംഭവങ്ങൾ കൊമ്പും ചില്ലൊന്നും പോവില്ല കേട്ടോ. ഗോതമ്പിൽ നമ്മളൊരു നീളനുള്ള അതിൻ്റെ വടിയൊക്കെ കിടക്കുന്നുണ്ടാവുമല്ലോ, അതൊന്നും പോവില്ല. അതൊക്കെ മുറത്തിൻ്റെ അറ്റത്തേക്ക് വരുള്ളൂ, തുമ്പത്തേക്കല്ല വരേണ്ടത്. ഞാൻ ചേറുമ്പോൾ ആ സാധനമൊക്കെ അറ്റത്തേക്കാണ് പോവുള്ളൂ. അതെങ്ങനെയാണെന്നൊരു പിടുത്തം കിട്ടണില്ല. എൻ്റെ ഉമ്മയൊക്കെ ചേറുമ്പോൾ അതെല്ലാം അങ്ങനെ ആ മുറത്തിൻ്റെ തുമ്പത്തേക്ക് വന്നിട്ട് അവർ ലാസ്റ്റ് ഒരു കൊട്ടലുണ്ട്. ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അറിയണമെന്നില്ല എങ്ങനെ ചേരുക. ഇങ്ങനെ കാണിക്കാൻ അറിയുന്നുണ്ട്. പക്ഷെ കാറ്റിൻ്റെ ഇതുകൊണ്ടും ഇങ്ങനെ പൊക്കി ചേർന്ന കാരണം കൊണ്ടും അതിലത്തെ പൊടിയൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല ഗോതമ്പൊക്കെ തെറിച്ച് പോകുന്നുണ്ടായിരുന്നത്. പൊട്ടൊക്കെ അതിൽ കിടന്നിട്ട് നല്ലതൊക്കെ പുറത്തേക്ക് പോവായിരുന്നു. എങ്ങനെയാണാവോലെ ഈ പണ്ടുള്ള ആൾക്കാരൊക്കെ ഇത് ചെയ്യണത്. ഇപ്പോൾ ഉള്ളവർക്കും അറിയണമൊക്കെ ഉണ്ടാവും കേട്ടോ. എനിക്കറിയില്ലാണ്ട് എൻ്റെ ഗോതമ്പൊക്കെ താഴത്തേക്ക് പോയി. പിന്നെ ഞാൻ കൈ കൊണ്ടൊക്കെ പറക്കി കളയുക ചെയ്തിട്ടാണ്. പിന്നെ എന്നാലും ഞാനൊന്ന് ചേറി വെക്കും. ചേറുമ്പോൾ കണ്ട ഇങ്ങനെ മടങ്ങിയിട്ടാണ് വരുന്നത്, അല്ലാതെ ശരിക്കും പോലെ അങ്ങോട്ട് വരണത് അറിയണില്ല. പിന്നെ ഒക്കെ ഞാൻ പറക്കി കളഞ്ഞിട്ട്. അപ്പം പിന്നെ കുഞ്ഞു കളിയാക്കാണ്, ഉമ്മച്ചിക്ക് ചേരാനും അറിയില്ല, ഒന്നും അറിയില്ല, ഇങ്ങോട്ട് താ പറഞ്ഞിട്ട് അവൻ മേടിച്ചാട്ടാ. അപ്പോഴവൻ പറഞ്ഞു എല്ലാ പണിക്കും ബുദ്ധിമുട്ടുണ്ടല്ലേ എന്നവൻ പറയാം. അപ്പോൾ കാണുമ്പോൾ നമുക്ക് എല്ലാ ജോലിയും ഏതൊരു പണിയും നമുക്ക് സിമ്പിളായിട്ട് തോന്നും. പക്ഷേ അത് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്കറിയുള്ളൂ എല്ലാത്തിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളത് അല്ലേ. അപ്പം ഞാൻ എന്തായാലും അവന് നെറ്റത്ത് എന്താ അതിൻ്റെ ഗോതമ്പിൻ്റെ പൊടി വെച്ച് തേച്ചേക്കുക കേട്ടോ. ഗോതമ്പൊന്ന് കഴുകാമെന്ന് വിചാരിച്ചു. കുറേ നിറയെ ചെളി ഉണ്ടായിരുന്നു കേട്ടോ ഗോതമ്പിൽ. അപ്പോൾ 2-3-4 വട്ടം നല്ല വൃത്തിയായിട്ട് കഴുകി ചെറിയ ഗോതമ്പിൽ കണ്ട പൊന്തി വന്നേക്കുക. കുറേ സാധനങ്ങൾ പൊന്തി. ഇതൊക്കെ ശരിക്കും പറയണമെങ്കിൽ ചെറിയ പോണതാണ്. എന്നിട്ട് ഞാൻ നന്നായിട്ട് 2-3-4 വട്ടം നന്നായി കഴുകിയിട്ട് കൊട്ടയിൽ വാരച്ചിട്ട് നമുക്കിത് ഉണക്കിയിട്ട് വേണം ഇത് പൊടിപ്പിക്കാം കേട്ടോ. നല്ല അഴുക്കുണ്ടായിരുന്നു. അപ്പോൾ ഗോതമ്പൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കഴുകിയിട്ട് മാത്രം പൊടിപ്പിച്ചാൽ മതി കേട്ടോ. അതുപോലെ തന്നെ എന്താ പറയുക, മുളകും മല്ലിയും ഒക്കെ നന്നായിട്ട് കഴുകിയിട്ട് വേണം പൊടിപ്പിക്കാൻ. ആദ്യമൊന്നും മുളകൊന്നും കഴുകണം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ആദ്യമൊക്കെ മുളക് മേടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് വെയിലത്തിട്ട് ഉണക്കും, എന്നിട്ട് അങ്ങനെ തന്നെ പൊടിപ്പിക്കുക ചെയ്യും. ഇപ്പോഴാണ് മുളകൊക്കെ കഴുകണതൊക്കെ കണ്ടിരിക്കുന്നത്. എൻ്റെ ചെറുപ്പകാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല, മുളക് കഴുകണതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊക്കെ എല്ലാവരും കഴുകിയിട്ട് തന്നെ കേട്ടോ പൊടിപ്പിക്കുന്നത്. നിറയെ ചെളി ഉണ്ടാവും മുളകിലൊക്കെ. ചെളി കണ്ടാൽ നമുക്ക് അത്ഭുതമാവൂലേ, അത്രയും ചെളി ഉണ്ടാവും. ശരിക്കൊരു ചെളിവെള്ളം കലക്കിയ ഒരു ഫീലാണ് ഉണ്ടാവും. ഇപ്പൊക്കെ പറയണ കേൾക്കാണ്ട് മുളക് എവിടെയൊക്കെ കളറ് മുക്കിയിട്ട് റോഡ് സൈഡിലൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ റോഡ് സൈഡിലൊക്കെ വില കുറച്ചിട്ട് കാണുമ്പോൾ ഒന്നും വാങ്ങിക്കണ്ട കേട്ടോ ആരും. നാളെ ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ കണ്ടായിരുന്നു, എവിടെയുണ്ട് മുളക് കളറ് മുക്കിയിട്ട് വെക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മുളകൊക്കെ മേടിക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട്, എന്ത് മേടിക്കുകയാണെങ്കിലും ശ്രദ്ധിച്ചിട്ട് മേടിച്ചാൽ മതി. ഓരോ അസുഖങ്ങൾ വരുത്തണത് മനുഷ്യന്മാർ തന്നെയാണ്, അസുഖങ്ങൾ വരുത്തണതും. എന്നിട്ട് ഇങ്ങനെ വന്നിരുന്ന് കരയണതും അവർ തന്നെയാണ്. നമുക്ക് ബുദ്ധിയും ബോധവും ഇല്ലാണ്ട് ഓരോരുത്തർ ഓരോന്ന് പോയി വാങ്ങിച്ചിട്ട് ഓരോ അസുഖങ്ങൾ വരുത്തും. അപ്പോൾ എന്തായാലും സൂക്ഷിച്ചിട്ടൊക്കെ വാങ്ങിച്ചാൽ മതി. എക്സാം 14-ാം എക്സാം കിട്ടാം. അതുവരെ റെസ്റ്റ്. അവരെ റെസ്റ്റ് അല്ലേ പഠിക്കുക, അവരെ റെസ്റ്റ്. അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അത് നമ്മൾ ലൈവിൽ വന്നപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവിൽ വരുമ്പോൾ പറയണമെന്ന്. നമ്മൾ ഇന്ന് ലൈവിൽ വരുന്നുണ്ട്. ഇന്ന് സമയം നമ്മൾ കമ്മ്യൂണിറ്റി ആയിട്ട് അറിയിക്കാം. ഇന്ന് ലൈവിൽ വരുന്നുണ്ട് അല്ലമ്മ. അവരൊക്കെ ഇരുന്നിട്ട് പയർ പൊട്ടിക്കട്ടെ. അപ്പോൾ വീട്ടിലേക്ക് പോയപ്പോൾ ഉമ്മ ഇത്തിരി പച്ചക്കായ തന്നിട്ടുണ്ടായിരുന്നു. അവിടെ വാഴ ഒടിഞ്ഞിട്ട് മൂക്കാത്ത കായ ഉണ്ടല്ലോ, അത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കായും പയറും കൂടിയിട്ട് ഉപ്പേരി വയ്ക്കുക വെച്ചിട്ട് ഉപ്പേരിക്കുള്ള പയർ പൊട്ടിക്കുകയാണ്. അപ്പോൾ ആച്ചൂട്ടനും മിഷമോളും പയർ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നത്. ഓരോ പയറും അവിയലിന് നമ്മൾ മുറിച്ചിടില്ലേ വലിയ നീളത്തിൽ, അങ്ങനെ മുറിച്ചിടുക കേട്ടോ ആച്ചൂട്ടൻ. അപ്പം ഇഷമോൾ കാണിച്ചു കൊടുക്കുകയാണ്, അങ്ങനെയല്ല ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇഷമോളും കാണിച്ചു കൊടുക്കുക, ഞാനും കാണിച്ചു കൊടുക്കുക കേട്ടോ. ആച്ചൂട്ടന് അങ്ങനെയാണ്, ആച്ചൂട്ടന് നോക്കില്ല മറ്റുള്ളവരെന്താ ചെയ്യണത് ഞാൻ അതുപോലെ ചെയ്യട്ടെ എന്നുള്ളത് അവൻ നോക്കില്ല. പക്ഷേ ഇഷമോൾ അങ്ങനെയല്ല കേട്ടോ. ഇഷമോൾ നമ്മൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് എങ്ങനെ ചെയ്യണത് നോക്കും. അപ്പോൾ ഇഷമോൾ നല്ല കുട്ടിയാന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഇങ്ങനെ ഉമ്മ തന്നുകൊണ്ടേ ഇരിക്കട്ട. പെൺകുട്ടികൾക്ക് ഒരു പ്രത്യേക സ്നേഹമല്ലേ ഉമ്മമാരോട്.
ഉപ്പ ഉണ്ടെങ്കിൽ നാട്ടിലുണ്ടെങ്കിൽ ഉപ്പാടാട്ടോ അവൾക്ക് കൂടുതൽ സ്നേഹം. ഉപ്പ അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് എന്നോട്. ഉപ്പ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ വേണ്ട, ഉപ്പച്ചീനെ തന്നെ മതി. ആച്ചൂട്ടനും കുഞ്ഞും അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ രാത്രിയിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ ഇന്ന് പത്തിരി ഉണ്ടാക്കി കേട്ടോ. പത്തിരി കുറേ ദിവസമായി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്ന് എന്താണാവോ എനിക്ക് രാവിലെ എണീച്ചപ്പോൾ പത്തിരി ഉണ്ടാക്കുക. എന്നാൽ സ്കൂളും മദ്രസ ഒന്നുമില്ലല്ലോ, ഇന്ന് ശിവരാത്രിയല്ലേ. അപ്പോൾ മദ്രസ ആണെങ്കിൽ പൂട്ടി, എല്ലായിടത്തേക്കും പൂട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ പൂട്ടി. അപ്പോൾ ഇന്ന് എന്തായാലും സമയമുണ്ട്, ഇഷ്ടം പോലെ സമയമുണ്ട്, പിള്ളേരൊന്നും എണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും രാവിലെ തന്നെ പത്തിരിയൊക്കെ ഉണ്ടാക്കി, കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ട് കറിയും ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അത് കുട്ടികളൊന്നും എണിച്ചിട്ടില്ല. ഇപ്പോൾ സമയം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്, ആരും എണിച്ചിട്ടില്ല. അപ്പോൾ പത്തിരി ഞാൻ കയ്യിൽ തന്നെ വെച്ച് പരത്തിയിട്ട്. ശില്പമൊന്നും എണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഡ്രസ്സ് മേടിക്കാൻ നോക്കിയപ്പോൾ വാതിലടച്ചേക്കായിരുന്നു. അപ്പോൾ ഞാൻ ഉറങ്ങില്ല, ഇനി വിളിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വിളിക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് തന്നെ എല്ലാം പരത്തി. പിന്നെ കുറച്ചല്ലേ നമുക്ക് ഉണ്ടാക്കണ്ടോ, ഒക്കെ പരത്തി സെറ്റാക്കി ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു രാവിലെ എൻ്റെ അടുത്ത് ഇവരോട് ഞാൻ പറഞ്ഞു പുട്ടാണ് ചായക്കടി, പുട്ടും ചിക്കൻ കറിയാണ് പറഞ്ഞിട്ട് കാസറോൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു കേട്ടോ. പക്ഷെ കുഞ്ഞെണിച്ച് വന്നിട്ട് അത് തപ്പി പിടിച്ചിട്ട് കണ്ടുപിടിച്ചു, പത്തിരി എന്നുള്ളത് കണ്ടുപിടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം കണ്ടിട്ടില്ല, ഞാൻ ഭയങ്കര സർപ്രൈസായിട്ട് എടുത്തു കൊടുത്തതായിരുന്നു. അപ്പത്തിനും കുഞ്ഞ് പറഞ്ഞു എടുക്ക് പത്തിരി എടുക്ക് പറഞ്ഞു. അപ്പോഴാണ് ആച്ചൂട്ടനും ഈശോമോളും കണ്ടിരിക്കുന്നത് കേട്ടോ. ഈശോമോളും ആച്ചൂട്ടനും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണാവോ കാസറോൾ വെച്ചിട്ടാണ് ഈശോമോളും ആച്ചൂട്ടനും ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് നിൽക്കാറ് കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലല്ലേ നമ്മൾ കഴിഞ്ഞ പെരുന്നാളിന് ആ നോമ്പിന് അങ്ങോട്ട് പത്തിരി ഉണ്ടാക്കി തട്ടാ. നമ്മൾ പിന്നെ പത്തിരി ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് ഭയങ്കര മടിയാണ് പത്തിരി. മടിയല്ല, എനിക്ക് പത്തിരിപ്പണി ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എനിക്കിങ്ങനെ തോന്നും. പക്ഷെ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് ഉണ്ടാക്കി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ചല്ലേ, നമുക്ക് തോനെ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് പിന്നെയും ബുദ്ധിമുട്ടായിട്ട് തോന്നുള്ളൂ. പക്ഷെ കുറച്ചുണ്ടാക്കുമ്പോൾ നമുക്ക് എല്ലാ ചപ്പാത്തിയും പുട്ടും ഇഡ്ഡലിയും ഒക്കെ ഉണ്ടാക്കണം അത്ര സമയം എടുത്തിട്ടുള്ളൂ കേട്ടോ. വേഗം ഉണ്ടാക്കൽ കഴിഞ്ഞു. അപ്പോൾ ഞാൻ കുഞ്ഞുവിനോട് ചോദിക്കുകയാണ് ഈ എങ്ങനെ കണ്ടെന്ന്. ഞാൻ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ അത് കാസറോൾ താഴത്തൊന്നും കാണില്ല കണ്ടപ്പോൾ അവൻ തിരഞ്ഞു നോക്കിയപ്പോൾ മുകളിൽ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാനെടുത്ത് തുറന്നു നോക്കിയിട്ട് അവിടെ തന്നെ വെച്ചു. അപ്പോൾ ഞാൻ ശശിയായിട്ടോ, ഞാൻ ഇവരെ കൊതിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഒളിപ്പിച്ച് വെച്ചതാണ്. അവൻ അതൊക്കെ കണ്ടുപിടിച്ചു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ച്, ചായയും ചിക്കനും കട്ടൻ ചായയും ഒക്കെ കുടിച്ചിട്ട് പത്തിരിയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ ഞാൻ കുറച്ച് പീസ് എടുത്ത് ഞാൻ അതിൻ്റെ മാങ്ങയൊക്കെ ഉണ്ടല്ലോ, മാങ്ങയും പിന്നെ കരളും ആ ഭാഗമൊക്കെ എടുത്തിട്ട് ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളത് ഞാൻ എടുത്ത് വെച്ച് നമുക്ക് എന്താ പറയുക ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന്. കുറേ ദിവസമായി ബിരിയാണി എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നു. അപ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് എന്തായാലും പിള്ളേർക്ക് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്കിലേക്ക് അതാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു മേഗ്നസ എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ഒരു കൂട്ടുകാരിയായിട്ടാണ് ചേർത്തിയത്. അപ്പോൾ അതിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു 11 മണിയാകുമ്പോൾ. അപ്പോൾ ഞാനത് മീറ്റിങ്ങിൽ അത് അവിടെ ഓണാക്കി വെച്ചിട്ട് ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ബിരിയാണിയൊക്കെ വെക്കില്ല, നമ്മൾ കേട്ടാൽ മതിയല്ലോ, നമ്മളതിൽ കാണേണ്ട ആവശ്യമൊന്നുമില്ല, കേട്ടാൽ മതി നമുക്ക്. അപ്പം ഞാൻ അതിങ്ങനെ ഇരുന്ന് കേൾക്കുകയും ചെയ്തു, ഇത് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു കേട്ടോ. അത് കാരണം എനിക്ക് അതൊന്നും വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. നമ്മുടെ ബിരിയാണി വെക്കുന്നതൊന്നും വീഡിയോ പിടിക്കാൻ പറ്റിയില്ല കേട്ടോ. അതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ നമ്മൾ സ്റ്റാൻഡിൽ ഇവിടെ ട്രൈപോഡിൽ വെച്ചേക്കുകയാണ്. അപ്പോൾ കുട്ടികളെ എല്ലാവരെയും കാണാണ്ടോയെന്ന് ഞാൻ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പോയി നോക്കിയതാട്ടോ ചായ കുടിക്കുന്നിടത്തുനിന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ചായയൊക്കെ കുടിച്ച് ഇന്നത്തെ ഒരു വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്. പിന്നെ കുഞ്ഞു വണ്ടി കഴുകി, കുഞ്ഞിനെ നന്നായിട്ട് ഇന്ന് ഹെൽപ്പ് ചെയ്തു കേട്ടോ. എനിക്കെന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അടുക്കളയിൽ പണി ഉണ്ടായിരുന്നല്ലോ, ബിരിയാണി വെക്കണം, അപ്പോൾ പിന്നെ ക്ലാസ് കേൾക്കുന്നുണ്ട്, മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കാരണം എനിക്ക് ഇത്തിരി ധൃതിയായിരുന്നു. അപ്പോൾ അവൻ തന്നെ എനിക്ക് വണ്ടി കഴുകി തന്നു, തുണികളൊക്കെ ഒന്ന് അലക്കി തന്നു, വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടാണെങ്കിലും കൂടിയിട്ട് എല്ലാം അലക്കി തന്നു. പിന്നെ അകം കൊലയൊക്കെ ഒന്ന് അടിച്ചു വാരി തന്നു. പിന്നെ ഞാൻ തുടച്ചോളാൻ പറഞ്ഞു. അവൻ തുടച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല, എന്താ വെച്ചാൽ വെള്ളം പോവില്ല. അപ്പോൾ ഞാൻ തുടച്ചോളാൻ പറഞ്ഞു. പിന്നെ അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്തു. പിന്നെ അവർ മൂന്നാളൊക്കെ കുളിച്ച് അവർ ചോറുണ്ണാൻ റെഡി ആയിട്ട് അവിടെ ഇരുന്നു. അപ്പോഴത്തേനും എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വെള്ളിയാഴ്ച ദിവസത്തെ വിശേഷങ്ങളൊക്കെ പോയത്. നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.